ഹായ് കൂട്ടുകാരെ, അയർലൻഡിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഡബ്ലിൻ. ലിഫി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2022 സെൻസസ് പ്രകാരം സിറ്റി കൗൺസിൽ ഏരിയയിൽ 5,92,713 ആണ് ജനസംഖ്യ. നഗരപ്രാന്തത്തിൽ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ പക്ഷേ 15,01,500 ആണ് താനും. ലോകപ്രശസ്തമായ പല കമ്പനികളും ഇവിടുന്ന് ഉദയം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഗിന്നസ്. 1759 ഡബ്ലിനിലുള്ള ആർതർ ഗിന്നസ് സ്ഥാപിച്ച സ്ഥാപനമാണ് സെൻറ്റ് ജെയിംസ് ഗ്രേറ്റ് ബ്രൂവറി. 1997 ഗിന്നസും ഗ്രാൻഡ് മെട്രോപൊളിറ്റനും ലയിച്ചപ്പോൾ രൂപീകൃതമായ ഡിയാജിയോ എന്ന കമ്പനിയുടെ ഭാഗമായ ഈ സ്ഥാപനത്തിലെ പ്രധാന ഉൽപ്പന്നം ഡ്രാഫ്റ്റ് ഗിന്നസ് ആണ്. 1759 മുതൽ ആർതർ ഗിന്നസിന് പ്രതിവർഷം $49 9,000 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ സെൻറ്റ് ജെയിംസ് ഗേറ്റ് പ്രദേശം അന്നു മുതൽ ഗിന്നസിൻ്റെ ആസ്ഥാനമാണ്. ഡബ്ലിൻ ടൗണിൽ ഏകദേശം ഏക്കർ കണക്കിന് ഭൂമി ഇവരുടെ ഓഫീസ് സമുച്ചയമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1838 അയർലൻഡിലെയും 1886 ലോകത്തിലെയും ഏറ്റവും വലിയ ബ്രൂവറിയായി ഗിന്നസ് മാറിയിട്ടും ഉണ്ട്. വാർഷിക ഉൽപ്പാദനം 1.2 ദശലക്ഷം ബാരൽ ആണ്. 1769 മെയ് 19 ഗിന്നസ് ആദ്യമായി തൻ്റെ ബിയർ കയറ്റുമതി ചെയ്തു. അത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ച 6.5 ബാരൽ ആയിരുന്നു താനും. എന്നാൽ ലോകപ്രശസ്തമായ ഗിന്നസ് വേൾഡ് റെക്കോർഡിനും ഗിന്നസിനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഗിന്നസ് ബ്രൂവറിയുടെ MD ആയിരുന്ന സർ ഹൂഗ് ബീവറിന് തോന്നിയ ഒരാശയമാണ് ഈ വേൾഡ് റെക്കോർഡിന് കാരണമായത്. ഗിന്നസ് മദ്യം കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിലുണ്ടായ ഒരു തർക്കമാണ് ഇതിലേക്ക് ആനയിച്ച വിഷയം. യൂറോപ്പിൽ ഏറ്റവും വേഗതയുള്ള പക്ഷി ഏതാണെന്ന ഒരു ചോദ്യം ഗിന്നസ് ബിയർ കുടിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വരികയുണ്ടായി. എന്നാൽ ആർക്കും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. അവർ എല്ലാവരും പലയിടങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും ഒരു സ്ഥലത്തും ഇത് എഴുതിയതായി കണ്ടുമില്ല. ഈ സമയം നമ്മുടെ MD ഹൂഗ് ബീവർക്ക് തോന്നിയ ഒരാശയമാണ് എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ലോകത്തെ ആദ്യത്തേത് തുടങ്ങിയവയെല്ലാം എഴുതിയ ഒരു പുസ്തകം പുറത്തിറക്കിക്കൂടാ. ഇതിൻ്റെ പരിണിത ഫലമായാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ഉടലെടുക്കുന്നത്. 1974 ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട കോപ്പിറൈറ്റ് പുസ്തകം എന്ന റെക്കോർഡ് ഗിന്നസ് ബുക്ക് സ്വന്തമാക്കി. 1976 ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന മ്യൂസിയവും തുറന്നു. മുൻപ് ഗിന്നസ് പബ്ലിഷിംഗ് ലിമിറ്റഡ് എന്നായിരുന്ന പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നാകുന്നത് 1999 ഏകദേശം 40,000-ലധികം കാറ്റഗറിയിലുള്ള റെക്കോർഡുകൾ നിലവിലുണ്ട് എങ്കിലും വെറും 3,000-ഓളം റെക്കോർഡുകൾ മാത്രമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സൈറ്റിൽ ഉൾപ്പെടുത്തുക എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെയും ഗിന്നസ് ബിയറിൻ്റെയും ഉദയം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്